മഹാ തപസ്വികളായിരുന്ന തന്ത്രയോഗികൾ, അഘോര തന്ത്രയോഗികൾ മൂലാധാര സമീപസ്ഥിതമായ മഹാകുണ്ടലിനി ശക്തിയെ വിശ്വമനസ്സും വ്യക്തിമനസ്സും തമ്മിലുള്ള ത്രെഡ്, വിശ്വബ്രഹ്മാണ്ടവും വ്യക്തിപിണ്ഡാണ്ടവും തമ്മിലുള്ള ചരട്, അതിനെ ജാഗരണം ചെയ്ത് മഹാതപസ്സിലൂടെ ജാഗരണം ചെയ്ത് അതിനെ ഉത്ഥാനം ചെയ്ത്, അതെങ്ങനെ മനഃശുദ്ധി, വാക്ശുദ്ധി, ശരീരശുദ്ധി, ചക്രശുദ്ധി, നാഡീശുദ്ധി, ഇങ്ങനെ ശുദ്ധികളെല്ലാം പാലിച്ച് തപസ് ചെയ്ത് അതിനെ മൂലാധാര, സ്വാധിഷ്ഠാന, മണിപുര, അനാഹത, വിശുദ്ധ ചക്രങ്ങൾ ഉത്ഥാനം ചെയ്ത് ആജ്ഞാചക്രത്തെ സ്ഥിതമാക്കി അവിടെ നിന്നും ആ ഊർജത്തെ പൂർണ്ണമായും ആവാഹിച്ച് ബ്രഹ്മചര്യ വീര്യത്തോടെ സഹസ്രാരപത്മത്തിലെത്തി സഹസ്രാരപത്മത്തെ അഭിരമിച്ച് ബിന്ദു വിസർഗത്തിൻ്റെ അതിൻ്റെ മധ്യം കണ്ട് താഴോട്ടിറങ്ങി വന്നു. എന്തിനാണ് താഴോട്ട് വരുന്നത്? മേലോട്ടിരുന്നാൽ എല്ലാം വിട്ടുപോകും. താഴോട്ട് വരുന്നത് ലോകത്തിന് വേണ്ടിയാണ്. ചിലർ സഹസ്രാരപത്മ മധ്യത്തിൽ തന്നെ വിരാജിച്ചു, ചിലരോ ഹൃദയചക്രത്തിൽ വന്ന് അമർന്നു. ലോകത്തിന് ശരിയാണ്, ലോകം മിഥ്യയാണ്, മായയാണ്. പക്ഷേ ലോകം ഒരു യാഥാർത്ഥ്യമാണല്ലോ. ആ യാഥാർത്ഥ്യമുള്ള ബോധമുള്ള ഗുരുക്കന്മാർ അവർ താഴെ മൂലാധാരത്തിൽ വന്ന് ലോകസേവ ചെയ്തു. കാരണം നരസേവ നാരായണ സേവ, പരോപകാരാർത്ഥം ഇതം ശരീരം. നരസേവ നാരായണ സേവ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മനുഷ്യർക്ക് ചെയ്യുന്നതൊക്കെ ഈശ്വരനുള്ള സേവ തന്നെയാണ്, വേറെ ഈശ്വരന് ഒന്നുമല്ല. രണ്ടു കാലം നടക്കുന്ന ഈശ്വരൻ തന്നെ ഈ മനുഷ്യരായി കാണപ്പെടുന്നു. പരോപകാരാർത്ഥം ഇതം ശരീരം. ഈ ശരീരം എന്തിനു വേണ്ടിയാ? മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനാണ്. അല്ല നമുക്കിവിടെ തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഒക്കെ ഉള്ളത് മറ്റുള്ളവർ ഉണ്ടാക്കി തന്നതല്ലേ. പല രൂപങ്ങളിൽ ഈശ്വരൻ നമ്മളെ സഹായിച്ചിട്ടില്ലേ നമ്മൾ നമ്മുടെ ജീവിതത്തിന് ശോഭനമാക്കാൻ നമുക്ക് സാധിച്ചത്. ഈ നന്ദിയുള്ള ഗുരുക്കന്മാർ അവരെന്ത് ചെയ്തു? താഴെ മൂലാധാരസ്ഥരമായി ആയുർവേദ രഹസ്യങ്ങളെ ഉണർത്തിയെടുത്തു, ജ്യോതിഷ രഹസ്യങ്ങളെ ഉണർത്തിയെടുത്തു, നാഡീ രഹസ്യങ്ങളെ ഉണർത്തിയെടുത്തു. അനേകം നിങ്ങളിന്ന് സയൻസ് എന്ന് വിളിക്കുന്നതിൻ്റെ ആദിമ രൂപമായ ശാസ്ത്രം, അതായത് ഗുരു ശിഷ്യനിൽ നിന്നും പകർന്നു കൊടുത്ത അന്നത്തെ അനുഭൂതമായ ജ്ഞാനത്തെ അഭ്യാസ പരിചയം കൊണ്ട് നിഷ്ഠയെത്തിയ ധ്യാനത്തെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്ത് വിരാജിച്ചു. അവർ നമുക്ക് നൽകിയ അമൂല്യമായ അറിവുകളുണ്ടല്ലോ, ആ അറിവുകൾ ഇന്ന് നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെ റിവൈവ് ചെയ്യൽ വളരെ അത്യാവശ്യമാണ്. കാരണം എന്താ? ഇന്ന് ഗതി വേഗം കൂടിയിരിക്കുന്നു, ജീവിതത്തിന് സ്പീഡ് കൂടുതലല്ലേ. എങ്ങോട്ടാണ് ഓടുന്നത്? എല്ലാം നശിക്കാനുള്ളൊരു പാച്ചിലാണ് ഇല്ലേ? കാളിയുടെ ഈ കലികാലത്ത് എല്ലാം നശിക്കാൻ വേണ്ടി, നാശത്തിലേക്ക് ഇല്ലാണ്ടായിത്തീരാൻ ഗീത പറയുന്നില്ലേ? അതിവേഗത്തിൽ എല്ലാം നശിക്കാനായി നിന്നിലേക്ക് ഓടിയെടുക്കുന്നു. മഹാകാളിയിലേക്ക് ഓടിയെടുത്തുകൊണ്ടിരിക്കുക ലോകം മൊത്തം. വളരെ സ്പീഡ് കൂടുതലാണ് അല്ലേ? എല്ലാം പെട്ടെന്ന് ഞൊടിയിടയിൽ കിട്ടുന്ന കാലം. ആ കാലത്ത് ഇതിന് എത്ര പ്രാധാന്യമുണ്ട്? കാരണം വളരെ കുറച്ച് സമയം നമ്മുടെ ഉള്ളൂ. ആ സമയത്ത് നേടേണ്ടതൊക്കെ നേടുക, ഇവിടുന്ന് പോവുക. എല്ലാവരും പോവില്ലേ? അതുകൊണ്ട് മഹാകാൽ എന്ന് വെച്ചാൽ എന്താ? ശിവൻ തന്നെ അല്ലേ? കാലമല്ലേ എല്ലാത്തിനും വിഴുങ്ങുന്നേ. കാലത്തിലല്ലേ എല്ലാവരും അപ്രത്യക്ഷരാവുന്നത്. കാലത്ത് ജനിച്ചു, കാലത്തിൽ വളർന്നു, കാലത്തിൽ ലയിച്ചില്ലാണ്ടാവുന്നു. അതാണ് മഹാകാൽ. ആ കാലത്തിനും കാലനായ കാലൻ. ടൈമും സ്പേസും ഒക്കെ റിലേറ്റീവ് ആണെന്നും ടൈം സ്പേസും ഒക്കെ ഇല്യൂഷൻ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ? എൻ്റെ അർത്ഥം എന്താ? ഈ കാലം പോലും നമ്മുടെ മനസ്സിലാവുള്ളത്. ഈ ഫോംസ് ആൻഡ് ഷേപ്സ് എല്ലാം ഉള്ളത് നമ്മുടെ മനസ്സിലാണ്. ആ മനസ്സ് പ്രസന്നമായാൽ ഇതിൻ്റെയൊക്കെ രൂപം മാറും. രൂപം എന്തായി മാറും? ആസ് ഇറ്റ് ഈസ് എന്ന് വെച്ചാൽ എന്താ? ഈശ്വരൻ്റെ രൂപങ്ങളാണ്. അരൂപിയായ ഈശ്വരൻ്റെ രൂപങ്ങളായി കാണപ്പെടുന്നതൊക്കെ. അതിൻ്റെ യഥാർത്ഥ ഫോം എന്താണ്? ഇല്ലായ്മയാണോ? താഴെ ഇരിക്കുന്നവർക്കല്ല, ഉള്ളതാണ്, യാഥാർത്ഥ്യമാണ്.
സത്യമല്ല. സത്യം നിത്യമുള്ളതാണ്, അതിന് മാറ്റം വരുന്നില്ല. യാഥാർത്ഥ്യമോ പരിണമിക്കുന്ന സത്യമാണ്. അതിൻ്റെ കേന്ദ്രത്തെ ബോധമെന്ന് വിളിച്ചു, സത്യമെന്ന് വിളിച്ചു. മനസ്സിനെ, അതിൻ്റെ ചുറ്റുമുള്ള ചലനത്തെ മനസ്സെന്നും ചിത്തമെന്നും ശക്തിയെന്നും പല പേരിട്ട് വിളിച്ചു. ഈ ലോകം നമുക്ക് യാഥാർത്ഥ്യമല്ലേ? ജ്ഞാനിക്കിത് അസത്യമാണ്, മിഥ്യയാണ്, മായയാണ്. പക്ഷെ ഭക്തനെ സംബന്ധിച്ച് ഭഗവാന്റെ രൂപമാണ് ഈ ലോകം. ഈശ്വരൻ തന്നെയാണ് ലോകമായിട്ട് കാണപ്പെടുന്നത്. കങ്കർ കങ്കർ ഹേ ശിവശങ്കർ, ഓരോ മണൽത്തിരിയും ഈശ്വരനാണ്. ഇതിലേക്ക് നമുക്ക് ഇന്ന് എങ്ങനെ എത്താം? അതിന് അഘോരി ഒരു പാരമ്പര്യ മാർഗത്തെ കൊണ്ടുവന്നിരിക്കുന്നു. അതാണ് അഘോരതന്ത്രം. അഘോരതന്ത്രത്തിലെ ധ്യാനസൂത്രത്തെ നിങ്ങളെ അഭ്യസിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. താല്പര്യമുള്ളവർക്ക് വരാം, പഠിക്കാം, അഭ്യസിക്കാം, ജീവിത വിജയത്തിനായിട്ട് ഉപയോഗപ്പെടുത്താം. അഘോരതന്ത്ര ധ്യാനസൂത്രം അതിസരളമായ ഒരു ധ്യാന മെത്തേഡാണ്. ഇന്നത്തെ ഈ ഡിസ്ട്രാക്ഷനൊക്കെ ധാരാളമുള്ള വേൾഡിൽ വളരെ പ്രയോജനകരമാണ്. കാരണം മനസ്സിനെ വശീകരിക്കുക എന്നുള്ളതാണല്ലോ ജീവിത വിജയത്തിനുള്ള ഏറ്റവും പ്രധാനപടി, അല്ലേ? ആരോഗ്യത്തെ സമ്പാദിക്കാനാണെങ്കിലും ലോകത്ത് ധനം, സമ്പത്ത്, ഐശ്വര്യങ്ങൾ ഇവയൊക്കെ നേടാനാണെങ്കിൽ എന്താ വേണ്ടത്? മനസ്സല്ലേ? മനസ്സിനെ വശീകരിക്കണം. മനസ്സിന് സുസ്ഥിരമായൊരു ശരീരം ഉണ്ടാവണം, വേണ്ടേ? നല്ല ആരോഗ്യ ദൃഢഗാത്രമായ ശരീരം. കുറച്ചു കാലം കഴിയുമ്പോൾ ശരീരം പോകും, പക്ഷെ മനസ്സുണ്ടല്ലോ. ആ മനസ്സിനെ വശത്താക്കി ശരീരത്തെ ബലിഷ്ഠമാക്കി ആ ബോധത്തിലേക്ക് ചരിക്കുക. അതിനുവേണ്ടിയുള്ള അഭ്യാസങ്ങളുണ്ട്. കുണ്ഡലിനി മാർഗത്തിലുള്ള അഭ്യാസങ്ങൾ അത് തന്നെ അഘോരതന്ത്രമാർഗത്തിൽ ഇച്ചിലൂടെ വ്യത്യസ്തമായ രീതിയിൽ അഭ്യസിക്കപ്പെട്ടിരിക്കുന്നു. പാരമ്പര്യ അറിവുകളെ ഓർത്തിണക്കി നമ്മുടെ പ്രാണനിലൂടെ മനസ്സിനെയും മനസ്സിലൂടെ പ്രാണനെയും നിരീക്ഷിച്ച് പരീക്ഷിച്ച് വശത്താക്കി ജീവിതത്തെ കൈപ്പിടിയിൽ ഒതുക്കുക. ഇതാണ് അഘോരതന്ത്ര ധ്യാനസൂത്രം. സൂത്രം എന്ന് വെച്ചാൽ അതിലേക്കുള്ള ഒരു മെത്തേഡ് അല്ലെ ഒരു ചരട്. എന്താണ് തന്ത്രം? ടെക്നോളജി എന്ന് പറയാം. സരളമായി പറഞ്ഞാൽ ഇൻ്റലിജൻസ് വിത്ത് അവെയർനെസ്. ബോധത്തോടുകൂടി ഈ ലോകത്തിൽ ആനന്ദിക്കുക. ഇവിടെ ഒന്നും നിഷിദ്ധമല്ല, ഇതെല്ലാം ഭഗവത് പ്രസാദമാണ്. ഒന്നിനെ നിഷേധിക്കില്ല അഘോരമാർഗം. എല്ലാത്തിനെയും സ്വീകരിക്കും. ഒന്നും നല്ലതല്ല, ഒന്നും ചീത്തയല്ല. നമ്മുടെ മനസ്സാണ് ഓരോ വസ്തുക്കളെയും നല്ലത് ചീത്ത എന്ന് വേർതിരിക്കുന്നത്. ഇവിടെയെല്ലാം ഈശ്വരനാണ്, സമ്പൂർണവും ഡിവൈനാണ്. ഡിവൈനിറ്റി അത് മാത്രമേ ഉള്ളൂ. ആ ഡിവൈൻ ദർശനം ഉണ്ടാവണം. സർവത്ര സമദർശന എന്ന് പറയും. എല്ലായിടത്തും ഒരേ സത്യത്തെ കാണാൻ പറ്റണം. എല്ലായിടത്തും ഒരേ സത്യവും ഒരേ തത്വമാണ് ഈ ലോകമായി രൂപം കൊള്ളുന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണം, അനുഭവിച്ചറിയണം. എന്നിട്ട് പ്രാക്ടിക്കലായിട്ട് ജീവിക്കണം. ധർമാർത്ഥ കാമങ്ങളൊക്കെ നേടി മോഹങ്ങളൊക്കെ ക്ഷയിച്ച് മോക്ഷത്തിലെത്തിച്ചേരണം. അതിന് ശരീരം കർമ്മത്തിന് സമർത്ഥമാവണം. ആരോഗ്യമുള്ള ശരീരം വേണ്ടേ? കർമ്മസാമർഥ്യം. അർത്ഥം വേണ്ടേ? ലോകത്ത് ജീവിക്കാൻ വേണ്ടി ധനം ആവശ്യമില്ലേ? ആഗ്രഹങ്ങൾ നമ്മൾ വന്നപ്പോൾ തന്നെ ആഗ്രഹമായിട്ടല്ലേ വന്നിരിക്കുന്നത്. പലതും നമ്മുടെ മനസ്സിലുണ്ടല്ലോ, അതൊക്കെ നേടുക. നേടുമ്പോൾ പുതിയത് ഉണ്ടാക്കി വെക്കാതിരുന്നാൽ മതി. കർമ്മത്തെ ക്ഷയിപ്പിക്കാനാണ് ഇവിടെ വന്നത്, കർമ്മത്തെ വർദ്ധിപ്പിക്കാനല്ല. ആ ഓർമ്മയോടുകൂടി ആ ബോധത്തോടുകൂടി ആനന്ദിച്ച് ജീവിക്കുക. ഇത് അഘോരതന്ത്രത്തിൻ്റെ മാർഗമാണ്. അതിലേക്ക് എത്താനുള്ള ആ സൂത്രം അതാണ് ധ്യാനസൂത്രം. അത് അഭ്യസിക്കുക. അഘോരതന്ത്ര ധ്യാനസൂത്രം അത് പഠിക്കണം.